Dear students, one patient is on ranitidine for chronic gastritis. Which of the following is expected for this patient? Options: headache, dizziness, insomnia, anemia. ഒറ്റ വായനയിൽ ഒരു തരത്തിൽ അതിൻ്റെ ഒരു മീനിങ് കിട്ടുമെങ്കിലും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ഇന്നർ മീനിങ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള നിരവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്താറുണ്ട്. പരീക്ഷാ ഹാളിൽ വെച്ചാണ് പല കുട്ടികളും ഇത് പരിചയപ്പെടുന്നത്. നമ്മൾ ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താറുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കുട്ടികളും പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാനിറ്റിഡിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ റാനിറ്റിഡിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സൈഡ് എഫക്റ്റാണ് താഴെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. അങ്ങനെയല്ല, റാനിറ്റിഡിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഗ്യാസ്ട്രൈറ്റിസിന് വേണ്ടി. അത് ക്രോണിക് എന്ന് പറയുന്നു. ക്രോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് പുള്ളിക്കുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ലിങ്ക് ചെയ്യേണ്ടത് ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന സാഹചര്യത്തിലൂടെ പോകുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ലോങ് ടൈം കോഴ്സിൽ എന്ത് കോംപ്ലിക്കേഷൻ വരാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ്ട്രൈറ്റിസ് അല്ലെ ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസീസാണ്. അവിടെയുള്ള ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉൾപ്പെടുന്ന ഒരു എൻസൈമാണ് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിലെ വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ടൈമായിട്ട് ഇത്തരത്തിൽ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അളവിൽ കുറവ് വരികയും ഇൻട്രിൻസിക് ഫാക്ടറിൻ്റെ അളവിൽ കുറവ് വരികയും തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണ്? അതാണ് പെർനീഷ്യസ് അനീമിയ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലോങ് ടൈം കോഴ്സിൽ അവർക്ക് അനീമിയ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് റാനിറ്റിഡിൻ എന്ന് പറയുന്ന ഓപ്ഷന് യാതൊരു തരത്തിലുള്ള, റാനിറ്റിഡിൻ എന്ന് പറയുന്ന ആ പോയിന്റിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന സാഹചര്യത്തിന് അനന്തരഫലമായിട്ട് എന്ത് കോംപ്ലിക്കേഷനാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ള തരത്തിലാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അത് നമ്മൾ ക്ലാസ്സുകളിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ചില സമയത്ത് കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോവാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, ആൻസർ ചെയ്യുക. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് അനീമിയ എന്നുള്ളതാണ്.